ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കാം. പിതാവിൻ്റെ കൂട്ടായ്മയിൽ ശിഷ്യരും ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നോക്കിയാലോ. യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി പിതാവിനോട് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി യേശുവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയാണ്. അതിലൂടെയാണ് നാം യേശുവിലും യേശു നമ്മിലും ആകുന്നത്. അതുവഴിയാണ് പിതാവിൻ്റെ കൂട്ടായ്മയിൽ നാം ഒന്നായി തീരുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്നവർ യേശുവിൽ നിത്യവും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.